ഒന്ന് രണ്ട് കടയിലൊക്കെ കയറിയിട്ടാണ് പോകുന്നത്. അപ്പോൾ പോയാലോ? അതല്ലേലും സാധാരണ എഴുന്നേൽക്കുമ്പോഴേ കിളി പറഞ്ഞ എഴുന്നേക്കുന്നത്. ഇന്ന് അലാറം കറക്റ്റ് സമയത്ത് അടിച്ചില്ല. എന്നും അടിക്കുന്നതിന് ചീത്ത വിളിച്ച് ഓഫ് ചെയ്ത് വെക്കുന്നുണ്ടാന്ന് തോന്നുന്നു. അലാറം അടിച്ചില്ല കേട്ടോ. സെറ്റ് ചെയ്തു, പക്ഷേ സെറ്റ് ചെയ്തത് AM പകരം PM ആയിരുന്നെന്ന് മാത്രം. എന്തായാലും എങ്ങനോ 6 മണിയായപ്പോൾ എഴുന്നേറ്റ് ഞാൻ അടുക്കളയിൽ വന്നു കേട്ടോ. ആകെപ്പാടെ ഭ്രാന്തി പിടിച്ചാണോ കിളി പോയതാണോ എന്താണെന്നറിയാൻ മേലാത്തൊരവസ്ഥ. എവിടെ തുടങ്ങണം എവിടെ അവസാനിപ്പിക്കണമെന്ന് പോലും അറിയാൻ മേലാത്ത അവസ്ഥ. എന്തായാലും ഇഡ്ഡലിയും ദോശയാണ് കേട്ടോ. ഇന്നലെ കടലക്കറിക്കുള്ളത് എല്ലാം അരിഞ്ഞു പറക്കി വെച്ചതുകൊണ്ട് അതെനിക്ക് എളുപ്പമായി. ബാക്കിയുള്ള പണികൾ മൊത്തം മമ്മയെ ഏൽപ്പിച്ചിട്ട് ഞാൻ കറക്റ്റ് 7:30 കഴിഞ്ഞപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. അങ്ങനെ 8 മണിയായപ്പോൾ ഞാൻ വന്ന് പഞ്ച് ചെയ്ത് കേട്ടോ. പഞ്ച് ചെയ്ത് ഡ്യൂട്ടിക്ക് വന്ന് സിസ്റ്റർ ആയിട്ടുണ്ട്. ഇനി കുറേ പേഷ്യൻ്റ് ഇഞ്ചക്ഷൻ കൊടുക്കാനുണ്ട്. ഇന്ന് കാഷ്വാലിറ്റി ഡ്യൂട്ടിയാണ്. അതുകൊണ്ട് തന്നെ അറിയാമല്ലോ നല്ല തിരക്കുണ്ടാവും. അതിനനുസരിച്ച് രാവിലെ വന്നപ്പോഴേ ഞാൻ എൻ്റെ പരിപാടികൾ തുടങ്ങിയിട്ടുണ്ട്. ഓരോരുത്തർക്കായിട്ട് ഇഞ്ചക്ഷൻ കൊടുത്ത് വിടണം. അവരെല്ലാവരെയും നോക്കണം. സിസ്റ്റർമാരെന്ന് പറഞ്ഞാലേ അതല്ലേ നമ്മുടെ കടമ. അത് നമ്മൾ കറക്റ്റായിട്ട് തന്നെ നോക്കണം. നമ്മുടെ ടെൻഷനോ ഒന്നും നമ്മൾ പേഷ്യൻ്റ് എടുത്ത് തീർക്കാൻ പാടില്ല. അതാണ് അവരുടെ വേദന കൊണ്ട് നമ്മുടെ അടുത്ത് വരുമ്പോൾ നമ്മളൊരു സാന്ത്വനവാക്ക് കൊടുക്കുമ്പോഴേ അത് തന്നെ അവിടെ ഒരു ആശ്വാസമാണ്. അങ്ങനെ ഞാൻ ഓരോരുത്തർക്കായിട്ടുള്ള ഇഞ്ചക്ഷൻ ലോഡ് ചെയ്ത് മാറ്റി കേട്ടോ. മാറ്റി കഴിഞ്ഞിട്ട് ഞാൻ ഫുഡ് പാക്ക് ചെയ്താൽ കൊണ്ടുവന്നേ. അതിൻ്റെ ഇടയ്ക്ക് അതും ഞാൻ വാരിപ്പറക്കി ഇറങ്ങി. ഇനി ഇവരെല്ലാവരും വിട്ടിട്ട് വേണം കഴിക്കുവാൻ. ഡ്യൂട്ടി കഴിഞ്ഞു. അപ്പം ഞാൻ വീട്ടിൽ പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. എന്താ പറയണേ, ഒന്ന് രണ്ട് കടയിലൊക്കെ കയറിയിട്ടാണ് പോകുന്നത്. അപ്പോൾ പോയാലോ? അങ്ങനെ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് നേരെ ഞാൻ പഞ്ചൗട്ട് ചെയ്യാൻ പോയി. പഞ്ചൗട്ട് ചെയ്യാൻ പോയപ്പോഴാണ് ഒരു കാര്യം ഓർത്തെ. രാവിലെ കൊണ്ടുവന്ന ലഞ്ച് ബാഗ് ഞാൻ എവിടെയോ വെച്ച് മറന്നിട്ടുണ്ട്. തിരിച്ച് ഞാൻ വാർഡിൽ പോയി അതും എടുത്ത് നേരെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അതല്ലേലും ഈ ഇടയ്ക്ക് എനിക്ക് ഇച്ചിരി മറവി കൂടുതലാണ്. അങ്ങനെ ഞാൻ അടുത്ത പച്ചക്കറി കടയിൽ പോയി ഒരു കിറ്റും വാങ്ങിച്ചുകൊണ്ട് വീട്ടിൽ പോവാം കേട്ടോ. അങ്ങനെ വണ്ടി ഇങ്ങോട്ടെടുത്ത് തിരിച്ചപ്പോൾ ദാണ്ടേ എണ്ണയ്ക്കകത്ത് കിടന്ന് കുറേ ഉള്ളിവട തിളച്ച് പൊങ്ങുന്നു. എന്നാൽ പിന്നെ 4 വട വാങ്ങിച്ചുകൊണ്ട് പോകാമെന്ന് വിചാരിച്ച് വണ്ടി നിർത്തി. അങ്ങനെ ഏതൊക്കെയോ കുറേ വടകൾ ഒന്നിച്ച് വാങ്ങിച്ചു കേട്ടോ. വണ്ടിയിലാക്കിയിട്ട് ഞാൻ ഇങ്ങനെ പോവാൻ തുടങ്ങി. അപ്പോഴേ നിങ്ങളെ ഞാൻ എൻ്റെ നാട് കാണിക്കട്ടെ. ഇതാണ് മഞ്ഞിനിക്കര. ഒരുമാതിരിപ്പെട്ട ആളുകൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. ഇവിടെയാണ് ഏറ്റവും വലിയ തീർത്ഥാടനം നടത്തുന്ന മഞ്ഞിനിക്കര പള്ളി. അങ്ങ് വടക്കുനിന്ന് പോലും ഒരുപാട് ആളുകൾ വരാറുണ്ട്. ഫെബ്രുവരി മാസത്തിൽ ഇവിടെയാണ് പെരുന്നാളുള്ളത്. അന്ന് മിക്കവാറുള്ള എല്ലാ സ്ഥലങ്ങളിൽ നിന്നും ഇവിടെ തീർത്ഥാടകരെത്താറുണ്ട്. നമുക്ക് വടക്കർക്ക് സ്വീകരണം എന്ന് പറയുന്ന ഒരു ഇത് തന്നെ ഇവിടെ ഉണ്ട് കേട്ടോ. അങ്ങനെ പ്രകൃതിയെ കുറച്ച് നേരം സ്നേഹിച്ചിട്ടേ നേരെ ഞാൻ പോയതേ 2 ഓർ പാല് വാങ്ങിക്കണം. അതിന് ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു സൂപ്പർ മാർക്കറ്റിൽ കയറി. അവരോട് പോലും അനുവാദം ചോദിക്കാതെ 2 ഓർ പാല് ഞാൻ കൈക്കലാക്കി. അങ്ങനെ കൊണ്ടുവന്ന് ബില്ലും അടച്ച് അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ദാണ്ടടാ അപ്പുറത്തെ കടയിലൊരു ഏത്തക്കൊല ഇങ്ങനെ തൂങ്ങിയാടുന്നു. അവിടെ നിന്ന് 1 കിലോ ഏത്തക്കായും വാങ്ങിച്ചിട്ടേ നേരെ അങ്ങ് വീട്ടിലോട്ട് വെച്ച് പിടിക്കാമെന്ന് വിചാരിച്ച് ഇറങ്ങിയപ്പോൾ ഞങ്ങളുടെ നാട് ഇതാണ്. ശരിക്കും ഞങ്ങളുടെ നാട് ഇത് തന്നെയാണ്. അങ്ങനെ വീട്ടിൽ ചെന്നൊരു ചായയൊക്കെ ഇട്ട് കുടിച്ച് ഡ്രസ്സുമൊക്കെ ഒന്ന് മാറി കുളിച്ചിട്ടേ ഞാൻ നേരെ ഞങ്ങളുടെ പള്ളിയിലോട്ട് പോയി കേട്ടോ. ഞങ്ങളുടെ പള്ളിയിൽ എന്തിനാണ് പോയെന്ന് ചോദിച്ചാൽ അവിടെ ഇച്ചിരി വർക്കുണ്ട്. അനുവശാസൻ എന്ന് ഇച്ചിരി വർക്ക് തീർക്കാനുണ്ട്. അതുകൊണ്ട് രാത്രിയാവുന്നതുകൊണ്ട് ഞാനിവിടെ കൂടി. പക്ഷേ ഇതുവരെ ഞാൻ ചെയ്തിട്ടുള്ളതോ കണ്ടിട്ടുള്ളതോ ആയിട്ടുള്ള വർക്കല്ല കേട്ടോ. പണി അറിയാത്തതുകൊണ്ട് അപ്രൻറ്റീസായിട്ട് മാത്രം നിന്നാൽ മതിയെന്ന് പറഞ്ഞു. അങ്ങനെ അതെടുത്തോ ഇതെടുത്തോ എന്ന് പറയുമ്പോൾ ഓരോന്നും എടുത്തു കൊടുത്ത് ഞാനങ്ങ് കൂടി കേട്ടോ. ഇന്നപ്പോൾ ശമ്പളം ഇല്ലായിരിക്കും എന്ന് പ്രതീക്ഷിച്ച് നിൽക്കാം, അത്രമേ ഉള്ളൂ. ടോറിൻ്റെ വർക്കുകളൊക്കെ അറിയാമെങ്കിലും ഞാൻ സ്വന്തമായിട്ട് ചെയ്തു തുടങ്ങിയിട്ടില്ല കേട്ടോ. എന്തായാലും കുറേയൊക്കെ പോയി ഞാൻ കണ്ടുപഠിച്ചു. അത്യാവശ്യം ചെറിയ പരിപാടികളൊക്കെ എനിക്ക് മനസ്സിലായി. പക്ഷെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ സംഭവമൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണാം കേട്ടോ. അതിനെന്താ ചെയ്യാമെന്നൊന്നും എനിക്കറിയില്ല. എന്നാലും കുറച്ച് നട്ടും ബോൾട്ടും ഒക്കെ ഞാനും വെച്ച് കൊടുത്തു. കുറച്ച് സിലിക്കോണും ഒക്കെ ഇട്ട് കൊടുത്തു കേട്ടോ. അതുപോലെ തന്നെ ഞാനങ്ങ് മറന്നുപോയി വീഡിയോ എടുക്കാൻ. അങ്ങനെ സമയം ഏകദേശം 11 മണിയായി. വർക്കുകൾ ഏകദേശമൊക്കെ തീർന്നു വരാറായതേ ഉള്ളൂ. അവിടെ വന്നവരെല്ലാവരും അവരുടെ വീട്ടിൽ പോയി കിടന്ന് ഉറക്കമായി. ഞങ്ങൾ മാത്രം ഇവിടുത്തെ വർക്കുകളൊക്കെ തീർത്ത് പോവാണ്. അപ്പോൾ വീണ്ടും കാണാം പുതിയ വീഡിയോയിൽ.